ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ കേന്ദ്രസ്ഥാനം തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്ന തൃക്കാക്കരയും ഇവിടെയുള്ള ക്ഷേത്രവുമാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിലൊന്നായ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ സുപ്രധാന ക്ഷേത്രമാണ് തൃക്കാക്കര മഹാക്ഷേത്രം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അത്തത്തിന്റെ തലേന്നാൾ ഉത്രം ദിനത്തിൽ ഇവിടെ ഉത്സവങ്ങൾക്ക് കൊടിയേറും. തുടർന്ന് അത്തം മുതൽ 10 നാൾ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെയും രൂപഭാവങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശിക്കത്തക്ക വിധത്തിലാണ് ഇവിടെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ലിപികൾ വെരിഫൈ ചെയ്യുമ്പോൾ ഇതിന് 5000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുത്തെ ഉത്സവം വരുന്നത് അത്തം മുതൽ ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയുള്ള ഉത്സവമാണ്. 7ാം ദിനമായ മൂലം നാളിലെ ഉത്സവ ബലിയാണ് 10 ദിവസങ്ങൾ നീളുന്ന ഉത്സവത്തിന്റെ ഒരു പ്രധാന ചടങ്ങ്. ക്ഷേത്രത്തിന് ചുറ്റും 7 തവണ വലം വെച്ച് സകല ഭൂതഗണങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തി ഭഗവാൻ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നു. ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലെ സദ്യയ്ക്ക് 10,000ങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ വന്നുചേരുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ തിരുവോണ നാളിലെ തിരുവോണ സദ്യയും എല്ലാവരും ഒരുമിച്ചിരുന്ന് തിരുവോണ സദ്യയിൽ പങ്കുകൊള്ളുകയും ആ തിരുവോണ സദ്യ ഏതാണ്ട് 30,000 പേര് രാവിലെ 10:30 സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 3-3:30 വരെ നീണ്ടു നിൽക്കുന്ന തിരുവോണ സദ്യയിൽ എല്ലാ ജാതിമതസ്ഥരും പങ്കെടുക്കുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ആ തിരുവോണ സദ്യ നടക്കുന്നത്. തൃക്കാക്കരയപ്പന്റെ ദർശന സൗഭാഗ്യം തേടി 10,000കണക്കിന് ഭക്തജനങ്ങളാണ് ഓണം നാളുകളിൽ ഇവിടെ എത്തുന്നത്. ഓണസദ്യ ഒരുക്കുന്നതിനുള്ള ഉത്രാടപ്പാച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. തൃക്കാക്കരയപ്പന്റെ തിരുസന്നിധിയിൽ നിന്നു തന്നെ ഓണസദ്യ ആസ്വദിക്കാൻ എത്തുന്ന 10,000ങ്ങളെ സ്വീകരിക്കാൻ തൃക്കാക്കരയും ഒരുങ്ങിക്കഴിഞ്ഞു. തൃക്കാക്കരയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാം കടമനിട്ട.